A+ട്യൂബിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രധാനപ്പെട്ട എപ്പിസോഡാണ്. പൊതുജനങ്ങൾ അവരുടെ നിത്യജീവിതത്തിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും എപ്പിസോഡുകളായി ഈ ചാനലിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽപ്പെട്ട നിരവധി എപ്പിസോഡുകൾ ഈ ചാനലിൽ ഇതിനകം തന്നെ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അത്തരത്തിൽപ്പെട്ട ഒരു പ്രധാന എപ്പിസോഡാണ്. എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ആംബുലൻസുകൾ നമുക്ക് പലപ്പോഴും ആവശ്യമായി വരും. ആശുപത്രി കാര്യങ്ങൾക്കായി ആംബുലൻസുകൾ നമ്മൾ പിടിക്കുമ്പോൾ ആംബുലൻസുകൾ അമിത ചാർജ് ഈടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കാറില്ല. സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ആംബുലൻസുകൾ അവരുടേതായ നിലയിലുള്ള നിരക്കുകളാണ് ഈടാക്കുന്നത്. സ്വകാര്യ ആംബുലൻസുകളുടെ കാര്യമാണ് പറയുന്നത്. സർക്കാരിൻ്റെ ഔദ്യോഗികമായ ആംബുലൻസുകൾ ഉണ്ട്, ആശുപത്രി വകയായുള്ള ആംബുലൻസുകളുണ്ട്, വിവിധ സാമൂഹിക സംഘടനകൾ നൽകുന്ന ആംബുലൻസുകളുണ്ട്. ഇതിനൊക്കെ തന്നെ പ്രത്യേക തരം നിരക്കുകളാണ് നിലവിലുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ നിരക്കുകളെല്ലാം തന്നെ സംസ്ഥാന വ്യാപകമായി ഏകീകരിച്ചു കഴിഞ്ഞു. പ്രീപെയ്ഡ് ആംബുലൻസുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. പ്രീപെയ്ഡ് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂറായി തന്നെ തുക നൽകിക്കൊണ്ട് നമ്മൾ എടുക്കുന്നതാണ് ഈ ആംബുലൻസുകൾ. ഇങ്ങനെ ഈ ആംബുലൻസുകൾ എടുക്കുമ്പോൾ ഈ ആംബുലൻസുകളുടെ അധിക നിരക്കുകൾ പല തരത്തിൽ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പൊതുവായി ഒരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പുതിയ നിരക്കുകൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി 4 കാറ്റഗറികളായി ആംബുലൻസുകളെ തരംതിരിച്ചു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഓരോ ആംബുലൻസിനും ഓരോ തരം സൗകര്യങ്ങളാണ് ഉള്ളത്. അത് ഇനി പറയുന്ന പ്രകാരമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഇതിൽ ഏത് ആംബുലൻസാണ് നിങ്ങൾ എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് അതിൻ്റെ ചാർജിലും വ്യത്യാസം വരും. ആദ്യം നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മിനിമം ചാർജ് എന്ന് പറയുന്നത് നാളെ ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. മിനിമം ചാർജ് അതുകൊണ്ട് തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ മിനിമം ചാർജ് ഉൾപ്പെടെ ഏകീകരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്. 4 കാറ്റഗറികളാണ് തിരിച്ചിട്ടുള്ളത്. എ, ബി, സി, ഡി എന്നീ പറയുന്ന 4 കാറ്റഗറികൾ. ഇതിന് ഓരോന്നിനും മിനിമം ചാർജും വെയിറ്റിംഗ് ചാർജും ഓരോ കിലോമീറ്ററിന് വരുന്ന നിരക്കുകളുമാണ് ഏകീകരിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, ആദ്യത്തെ 10 കിലോമീറ്ററിനാണ് മിനിമം നിരക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു വരുന്ന ഓരോ കിലോമീറ്ററിനും നമ്മൾ അധികമായി ഈ ഓരോ കാറ്റഗറിയിലുള്ള ആംബുലൻസിലും നൽകേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക, ആദ്യത്തെ 1 മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതുമല്ല. ഇനി നിങ്ങൾ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആംബുലൻസുകളുടെ നിരക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഈ പറയുന്ന തരത്തിലാണ്. കാമിനി, ഈക്കോ, ബൊലോറോ തുടങ്ങി AC ഘടിപ്പിച്ച വാഹനങ്ങളെ, അതായത് ആംബുലൻസുകളെ എ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആംബുലൻസുകളുടെ മിനിമം ചാർജ് 800 രൂപയാണ്. അധികമായി വരുന്ന കിലോമീറ്ററിന് ഓരോ കിലോമീറ്ററിനും 25 രൂപയും നമ്മൾ അധികമായി നൽകേണ്ടി വരും. ഇതിൻ്റെ വെയിറ്റിംഗ് ചാർജ് 200 രൂപയുമാണ്. അടുത്ത് ഇതേ കാറ്റഗറിയിലെ നോൺ AC ആംബുലൻസുകളുടെ നിരക്കുകൾ നോക്കാം. ഇതിൻ്റെ മിനിമം ചാർജ് 600 രൂപയാണ്. അധികമായി വരുന്ന കിലോമീറ്ററിൻ്റെ ചാർജ് 20 രൂപയാണ്. വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് 150 രൂപയുമാണ്. ബി വിഭാഗത്തിൽപ്പെട്ട AC ഇല്ലാത്ത ആംബുലൻസുകൾക്ക് മിനിമം ചാർജ് 1000 രൂപയും കിലോമീറ്ററിൻ്റെ ചാർജ് ഓരോ കിലോമീറ്ററിനും 30 രൂപയും വെയിറ്റിംഗ് ചാർജായി മണിക്കൂറിന് 200 രൂപയും നമ്മൾ നൽകേണ്ടി വരും. സി കാറ്റഗറിയിലെ ട്രാവലർ ആംബുലൻസ്, ഇതിൽ AC ഉണ്ടാകും, ഓക്സിജൻ സൗകര്യമുണ്ടാകും. ഇതിൻ്റെ മിനിമം ചാർജ് 1500 രൂപയാണ്. കിലോമീറ്റർ നിരക്ക് 40 രൂപയാണ്. വെയിറ്റിംഗ് ചാർജ് മണിക്കൂറിന് 200 രൂപയുമാണ്.
ഇനി ഡി വിഭാഗം നോക്കാം. ഡി വിഭാഗത്തിലാണെങ്കിൽ ICU, വെന്റിലേറ്റർ തുടങ്ങി ആധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. മാത്രമല്ല ഡോക്ടറുടെയും അതുപോലെ സാങ്കേതിക വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഈ സഹായവും ഈ ആംബുലൻസുകളിൽ ഉണ്ടാവും. ഈ ആംബുലൻസുകളുടെ മിനിമം നിരക്ക് 2500 രൂപയായിരിക്കും. കിലോമീറ്റർ ചാർജ് 50 രൂപയാണ്. വെയിറ്റിംഗ് ചാർജ് 350 രൂപയുമാണ്. ഇങ്ങനെ 4 വിഭാഗങ്ങളിൽ ആക്കി ആംബുലൻസുകൾക്ക് വ്യത്യസ്തമായ മിനിമം ചാർജും വെയിറ്റിംഗ് ചാർജും കിലോമീറ്റർ ചാർജുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു, ഇതിൽ ഒരു പ്രത്യേക കാര്യം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആദ്യത്തെ 10 കിലോമീറ്ററിനാണ് മിനിമം നിരക്ക്. അത് എല്ലാ വാഹനങ്ങൾക്കും ഒരുപോലെയാണ്. അത് കഴിഞ്ഞു വരുന്ന ഓരോ കിലോമീറ്ററിനുമാണ് നേരത്തെ വിവിധ നിരക്കുകൾ പറഞ്ഞത്. ആദ്യത്തെ 1 മണിക്കൂറിന് വെയിറ്റിംഗ് ചാർജും ഉണ്ടായിരിക്കില്ല എന്നുള്ളതും ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം നിരക്കുകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ ആംബുലൻസ് ഡ്രൈവറുമായിട്ടുള്ള തർക്കങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. മാത്രമല്ല അധിക നിരക്ക് ഈടാക്കുന്ന അവരുടെ പ്രവണതയും നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിയും. ഇത്തരം എപ്പിസോഡുകൾ ദയവായി നിങ്ങൾ ഷെയർ ചെയ്യുന്നത് സന്തോഷകരമാണ്. കാരണം നമ്മുടെ നാട്ടിൽ പൊതുവായി ആളുകൾക്ക് ഇത്തരം വിവരങ്ങൾ കിട്ടുന്നത് വളരെ അപൂർവമാണ്. പലപ്പോഴും ഈ വാർത്തകളൊക്കെ തന്നെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല. അങ്ങനെയുള്ള വാർത്തകൾ കണ്ടെത്തി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഈ ചാനൽ നിർവഹിക്കുന്ന ദൗത്യം. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമാണ് വിരൽ അമർത്തി ഷെയർ മാത്രം ചെയ്താൽ കുറേ അധികം ആളുകൾക്ക് ഇത് ഉപകരിക്കും. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ചിലരുടെ ധാരണ ഈ ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന് എന്നുള്ളതാണ്. ദയവായി മനസ്സിലാക്കുക, ഇതിൽ ഒരു സാമൂഹിക ദൗത്യം കൂടി ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇത്തരം വാർത്തകൾ നൽകുന്നതിന് പകരമായി മറ്റ് എൻ്റർടൈൻ വാർത്തകളൊക്കെ നൽകുമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ലഭിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ സാമൂഹിക ദൗത്യം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ചാനലാണ്. തുടക്കം മുതൽ ഞങ്ങൾ അത് നിർവഹിച്ചു വരുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 2800-ൽ പരം എപ്പിസോഡുകൾ ആയിക്കഴിഞ്ഞു. അതുകൂടാതെയുള്ള ഷോർട്ട് എപ്പിസോഡുകൾ വേറെയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. നിലവിൽ അതിന് ആവശ്യം വരുന്നില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴുമെങ്കിലും ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകരമായിരിക്കുക തന്നെ ചെയ്യും. ചില വിവരങ്ങൾ നമ്മൾ പലരോട് ചോദിച്ചാലും ലഭിക്കാറില്ല. മറിച്ച് ഇത്തരം ചാനലുകളിൽ നിന്ന് ലഭിക്കുന്ന ഈ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഏറ്റവും വലിയ